ഹലോ, അങ്ങനെ ഡേ 5 ആയി. ഞങ്ങൾ ഇന്ന് സയോൺ നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നുമില്ല, എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളവരുടെ ഇടാനുള്ള ചാൻസ് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാം, ഭയങ്കര ഭംഗിയായ രണ്ട് സൈഡും ഫുള്ള് ചുമന്ന പാറകൾ പല ഷേപ്പിൽ. നമ്മളിങ്ങനെ മനസ്സിൽ ഒരു ഷേപ്പ് ആലോചിച്ചിട്ട് ആ കല്ലിലേക്ക് നോക്കിയാൽ ആ സാധനമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഓരോ കല്ലിനും പല പല ഷേപ്സാണ്. അപ്പോൾ പോകണ വഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒത്തിരി സൈറ്റ് സീയിങ് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വലിയ പാറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീമമായ പാറയാണ് പുറകിലൊക്കെ. എന്തായാലും അങ്ങനെ വലിയ റോഡാണ്. ഞങ്ങൾ കുറേ ദൂരം കയറി പോകണം ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന്. അങ്ങനെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ആയിട്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പാറയ്ക്ക് നല്ല ലൈൻസ് ഇട്ടേക്കുന്ന പോലെ ഭയങ്കര ഡിസൈൻസ് ഒക്കെ ആയിട്ടാണ് ഓരോ കല്ലും ഓരോ പാറയൊക്കെ കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പാറ പോലെ കറുത്ത പാറയല്ല, ഇവിടുത്തെ നല്ല ചുമന്ന പാറ. അതുപോലെ ഈ പാറ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് ഈ മരങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വളരുന്നതെന്ന്. കാരണം അത്രയും ഭയങ്കര ഡ്രൈ ലാൻഡാണ്. എന്നാലും ആ മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല പച്ച കളറിൽ. നല്ല ഇവർക്കൊക്കെ എവിടുന്ന വെള്ളം കിട്ടണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അത്രയ്ക്ക് നല്ല ഗ്രീന് ഇതിൻ്റെ ഇടയ്ക്കൂടെ വരുന്നുമുണ്ട്, പക്ഷെ ഭയങ്കര ഡ്രൈ ലാൻഡുമാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റൊക്കെ നല്ല കമ്മിയാണ്. കാരണം ഒത്തിരി വളഞ്ഞും ചെരിഞ്ഞും കുറേ കയറ്റവും ഇറക്കവും അങ്ങനെ പല പല രീതിയിലാണ് വഴികൾ. അതുകൊണ്ട് സ്പീഡ് ലിമിറ്റൊക്കെ നല്ല കമ്മി, നല്ല സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. ചില സ്ഥലത്ത് വലിയ കൊക്ക പോലെ അങ്ങ് കിടക്കുക, ഒരു പിടുത്തമൊന്നുമില്ല സൈഡിൽ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് സൂക്ഷിച്ചാണ് പോകുന്നത്. പക്ഷെ ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. ഇന്ന് ഞങ്ങളുടെ റോഡ് ട്രിപ്പിൻ്റെ 5ാം ദിവസമാണ്. ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത് യൂട്ടായിലുള്ള സയോൺ നാഷണൽ പാർക്കിലാണ്. ഇത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞപ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 മൈലുള്ള ടണലിലൂടെ കടന്നു പോകുന്നു. അത് ഇത്രയും നീളമുള്ള ടണൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ടണൽ നിങ്ങൾക്ക് കാണാം. ആ വലിയ മറ്റേ പാറക്കൂട്ടത്തിൻ്റെ നടുക്ക് ഇടയ്ക്കതിനൊരു ഗ്യാപ്പ് കാണാം. അതുപോലെ ഇവിടെ നിന്നും ഞങ്ങളിന്ന് പോകുന്നത് ഹോഴ്ഷൂ ബെൻഡിലോട്ടാണ് പോകുന്നത്, യൂറ്റ. അതുപോലെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യുന്നു. 5ാം ദിവസമായിട്ട് ഞങ്ങൾക്ക് യാതൊരു മടുപ്പും തോന്നുന്നില്ല. ഇവിടെ ഒരു 2 ആഴ്ചയെങ്കിലും തങ്ങണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യം, പക്ഷേ തോന്നുന്നില്ല. ഓക്കെ. അങ്ങനെ ആ നീണ്ട യാത്രയ്ക്ക് ശേഷം ഫൈനലി ഞങ്ങൾ സയോൺ നാഷണൽ പാർക്കിൽ എത്തി. അവിടെ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബസ് സർവീസാണ്. നമ്മൾ വണ്ടി ആ മെയിൻ പാർക്കിങ്ങിൽ ഇട്ടിട്ട് എല്ലാവരും ലൈൻ നിന്ന് അവരുടെ ബസ്സിലാണ് നമ്മളെ ത്രൂ ഔട്ട് ദ പാർക്ക്, ഇൻസൈഡ് ദ പാർക്ക് നമ്മളെ ട്രാവൽ ചെയ്ത് കൊണ്ട് നടന്ന് കാണിക്കും. ആ പോണ വഴിക്ക് അവർ ബസ്സിലിരുന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തരും. അതുപോലെ ഓരോ കല്ലും ഓരോ മലയൊക്കെ കാണിക്കുമ്പം ഇതെന്താണെന്നൊക്കെ അവർ നല്ല എക്സ്പ്ലനേഷനൊക്കെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പോട്ട്സ്, ഓരോ സ്റ്റോപ്പുകളുണ്ട്, അവിടെ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് അടുത്ത ബസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അത്തേൽ കയറി അടുത്ത സ്റ്റോപ്പിൽ പോകാം. ഇനി ഷട്ടിൽ പോലെ ബസ് ഇങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ വന്നുകൊണ്ടിരിക്കും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുമോ, ഫോട്ടോ എടുക്കുമോ, നമുക്ക് ഹൈക്ക് ചെയ്യാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഹൈക്കൊക്കെ ചെയ്യാം. അങ്ങനെ ആളാം പ്രതി എല്ലാവരും സയോൺ നാഷണൽ പാർക്കിൻ്റെ അവിടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഒരു സ്റ്റോപ്പിലിറങ്ങി. അവിടെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ചാടി കളിച്ച് അങ്ങനെ ഞങ്ങൾ ഫൈനലി സയോൺ നാഷണൽ പാർക്ക് അന്ന് വൈകിട്ടത്തേക്ക് റാപ്പപ്പ് ചെയ്തു.
എന്നിട്ട് വൈകിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അരിസോണ സ്റ്റേറ്റിലുള്ള പേജ് എന്ന സിറ്റിയിൽ ഹോഴ്സ് ഷൂ ബെൻഡ് കാണാൻ പോയി. ഈ നിങ്ങൾ കാണുന്ന ആ ഒരു ഹോഴ്സ് ഷൂവിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് അതിന് ഹോഴ്സ് ഷൂ ബെൻഡ് എന്ന് പറഞ്ഞ് പേര് വന്നത്. ആ ഹോഴ്സ് ഷൂ ബെൻഡിന് ആ നടുക്കത്തെ കല്ലിൻ്റെ ചുറ്റും കാണുന്നത് ഡീപ്പ് വാട്ടറാണേ. ഹലോ എവ്രി വൺ, ഹായ്. നമ്മുടെ ഇന്നത്തെ 5ാമത്തെ ദിവസമാണ് നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ. സോ ഇപ്പം നമ്മൾ അരിസോണയിലെത്തി. യൂത്തായിൽ നിന്ന്, അതായത് സയോൺ നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ച് അരിസോണയിലെത്തി. ഇപ്പോൾ നമ്മളുള്ളത് ഹോഴ്സ് ഷൂ ബെൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതൊരു വളരെ വിജനമായ ഏരിയയാണ്. താഴെ ഒരു ഹോഴ്സ് ഷൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു വലിയ അഗാധമായ ഗർത്തം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ നല്ല ആഴത്തിലുള്ള വെള്ളമാണ്. കറുത്ത് നല്ല ഡീപ്പ് പച്ച നിറത്തിലുള്ള വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇന്നലെ വരാനിരുന്നതായിരുന്നു. പക്ഷേ ഡേ 4 വരാനിരുന്നപ്പം വൈകിട്ട് ആയപ്പം ഭയങ്കര മഴയും മൂടലുമായിരുന്നു. ഇവിടെ ഭയങ്കര മൂടൽ വന്നാൽ താഴോട്ട് നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ചില ദിവസങ്ങൾ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇച്ചിരി തിരക്ക് കൂടുതലാണ്. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് ഇന്നലെ കാണാൻ പറ്റാത്തതുകൊണ്ട് തിരക്കിന്ന് കൂടുതലാണ് ഓബിയസ്ലി. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, മരുഭൂമി പോലെ ഇങ്ങനെ വിജനമായ ഒരു ലാൻഡിൻ്റെ ഒരു സൈഡിലാണിത്. അപ്പം വണ്ടി ഒത്തിരി ദൂരെ നമ്മൾ പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറേ നടന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്ന് ഇത് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ വന്നപ്പം ദൈവസഹായം കൊണ്ട് നല്ല പെർഫെക്റ്റ് വെതറായിരുന്നു. തണുപ്പും ഇല്ല, ഒട്ടും മൂടലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റി. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മൾ ഇന്നലെ കണ്ട ഗ്ലെൻ കാനിയോൺ ഡാം, ലേക്ക് പവർ, അതുപോലെ ആൻറ്റലോപ്പ് കാനിയോൺ, ഇതൊക്കെ ഈ പേജ് എന്ന് പറഞ്ഞ അരിസോണയിലുള്ള സിറ്റിയിലാണ്. ഇന്നലെ തന്നെ ഞങ്ങളുടെ കാണാനിരുന്നൊരു പ്ലാനിലുള്ളതായിരുന്നു ഈ ഹോഴ്സ് ഷൂ ബെൻഡ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വെതർ റെസ്ട്രിക്ഷൻസ് കാരണമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അങ്ങനെ ഞങ്ങൾ ഡേ 5 തീർന്നു. ടുമോറോ ഐ വിൽ സീ യു വിത്ത് ഡേ 6.